വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബയോളജി വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാണ് ഇത് എടുക്കുന്നത്. ഇത് മെയിനായിട്ടും പ്രിപ്പറേഷൻ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കുറച്ച് മിൽക്ക് പ്രോഡക്ട്സും അതിൻ്റെ പ്രിപ്പറേഷനും ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ഈ വരുന്ന പ്രോഡക്ട്സിൻ്റെ എല്ലാ മെയിൻ കോമ്പോസിഷൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ക്രീമാണ്. അപ്പോൾ ക്രീമിൻ്റെ കെമിക്കൽ കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ മെയിനായിട്ടും ക്രീമിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത് വാട്ടർ, ഫാറ്റ്, പ്രോട്ടീൻ, ലാക്ടോസ്, ആഷ്, ടോട്ടൽ സോളിഡ്സ് ആൻഡ് സോളിഡ്സ് നോട്ട് ഫാറ്റ് ആണ്. ഇത്രയാണ് ക്രീമിലുള്ള കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുന്നത്. വാട്ടർ എന്ന് പറയുമ്പോൾ മാക്സിമം 68% വരാം, മിനിമം 45% വരാം. ഫാറ്റ് കണ്ടൻറ്റ് നോക്കുവാണെങ്കിൽ ക്രീമിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് എന്ന് പറയുന്നത് മിനിമം 25%, മാക്സിമം 50% ഓക്കെ. പ്രോട്ടീൻ 2.54% ആയിരിക്കണം മാക്സിമം, മിനിമം ഒരു 1.69% വേണം. ലാക്ടോസ് ആണെങ്കിൽ 3.71%, മിനിമം ഒരു 2.47% വേണം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മെയിനായിട്ടും ക്രീമിൻ്റെ കാര്യത്തിൽ നോക്കേണ്ടത് ഫാറ്റ് കണ്ടൻ്റ് ആണ്. ഫാറ്റ് കണ്ടൻറ്റും വാട്ടർ കണ്ടൻറ്റും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. ദെൻ സോളിഡ്സ് നോട്ട് ഫാറ്റും കൂടെ നോക്കിക്കോ. സോളിഡ്സ് നോട്ട് ഫാറ്റ് എന്ന് പറയുമ്പോൾ മാക്സിമം വാല്യൂ 6.8, മിനിമം ഒരു 4.5% വേണം. ഫാറ്റ് കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ ക്രീമിൻ്റെ ഫാറ്റ് കണ്ടൻറ്റ് മാക്സിമം 50%, മിനിമം ഒരു 25% ഫാറ്റ് കണ്ടൻറ്റ് വേണം. വാട്ടർ കണ്ടൻറ്റ് 68%, മാക്സിമം, മിനിമം ഒരു 45% വേണം. ഇനി ഇതിൻ്റെ വേ ഓഫ് മാനുഫാക്ചർ നോക്കാം. മെയിനായിട്ടും ക്രീം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന 2 മെത്തേഡ് വഴിയാണ്, ഗ്രാവിറ്റി മെത്തേഡും സെൻട്രിഫ്യൂഗൽ മെത്തേഡും. ഗ്രാവിറ്റി മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതാണ് ഒരു ഗ്രാവിറ്റി ക്രീം സെപ്പറേറ്ററിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വെൻ ദ മിൽക്ക് ഈസ് അലൗഡ് ടു സ്റ്റാൻഡ് undisturbed for some time, there is a tendency of fat to rise. നിങ്ങൾക്ക് അറിയാമല്ലേ, പാലൊക്കെ നമ്മൾ കാച്ചിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കും, അല്ലെങ്കിൽ കാച്ചാത്ത പാൽ തന്നെ കുറച്ച് നേരം മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ മുകളിൽ പാട കിട്ടുമല്ലോ. ആ സെയിം പ്രൊസീജിയർ തന്നെയാണ്, പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം മിൽക്കിനെ കുറച്ച് നേരം അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് വെക്കുക. കുറച്ച് നേരം കഴിയുമ്പോൾ ഫാറ്റ് റൈസ് ഉണ്ടാവും, പാട പോലെ കാണപ്പെടും. ബീയിങ് വെരി സ്ലോ, ഇറ്റ് ഈസ് നോ ലോങ്ങർ യൂസ്ഡ് കൊമേഴ്ഷ്യലി ഫോർ ക്രീം സെപ്പറേഷൻ. ഇതെന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സാണ്. ഈ ഒരു ഗ്രാവിറ്റി ക്രീം സെപ്പറേറ്റർ വഴി ചെയ്യുമ്പം വളരെ സ്ലോ പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം കൊമേഴ്ഷ്യലായിട്ട് ക്രീം സെപ്പറേഷന് വേണ്ടിയിട്ട് ഗ്രാവിറ്റി ക്രീം സെപ്പറേറ്റർ യൂസ് ചെയ്യാറില്ല. പക്ഷേ ഏതാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? സെൻട്രിഫ്യൂഗൽ മെത്തേഡാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. സെൻട്രിഫ്യൂഗൽ മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം സെൻട്രിഫ്യൂജറുണ്ട്. സെൻട്രിഫ്യൂജിലാണെങ്കിൽ നമ്മുടെ പാല് വെക്കും, അത് ഒരു മിനിമം ഒരു പർട്ടിക്കുലർ RPM നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്യാൻ അനുവദിക്കും. അപ്പോൾ ഫാസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഫാറ്റ് അഥവാ ക്രീം എന്ന് പറയുന്നത് ഏതിലാണോ നമ്മുടെ കണ്ടെയ്നറിലാണോ മിൽക്കുള്ളത് അതിൻ്റെ മുകളിലേക്ക് റൈസ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ടും കൊമേഴ്ഷ്യലായിട്ടും നമുക്ക് ക്രീം സെപ്പറേഷൻ എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ മെത്തേഡ് വഴിയാണ്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ മെത്തേഡ് വഴിയിട്ട് ഹൈ RPM നമ്മൾ ഈ മിൽക്കിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അതിൻ്റെ മുകളിലേക്ക് പാട പെട്ടെന്ന് തന്നെ അടിഞ്ഞുകൂടുന്നതായിട്ട് കാണാം. ഈ പാടയാണ് പിന്നീട് നമ്മൾ ക്രീമിന് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദഹി ഓർ കേർഡ് ആണ്. സോ ഫെർമെൻറ്റഡ് മിൽക്ക് ഈസ് എ മിൽക്ക് പ്രോഡക്റ്റ് ഒബ്റ്റെയിൻഡ് ബൈ ഫെർമെൻറ്റേഷൻ ഓഫ് മിൽക്ക്. അപ്പം ഫെർമെൻറ്റഡ് മിൽക്ക് പ്രോഡക്റ്റിനകത്ത് വരുന്ന ഒരു പ്രോഡക്റ്റാണ് ദഹി അല്ലെങ്കിൽ കേർഡ് എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് മിൽക്കിൻ്റെ ഫെർമെൻറ്റേഷൻ വഴിയാണ് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടുന്നത്. വിച്ച് മേ ഹാവ് ബീൻ മാനുഫാക്ചർഡ് യൂസിങ് അതർ പെർമിറ്റഡ് റോ മെറ്റീരിയൽ by the action of suitable microorganisms and resulting in lowering of pH with or without coagulation. ഇവിടെ മെയിനായിട്ട് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ട്, മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ്, ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെയിനായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, അത് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആക്ഷൻ്റെ ഫലമായിട്ട് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ pH ഒക്കെ കുറയുകയും അങ്ങനെ ആണ് നമുക്ക് ഈ മിൽക്ക് ഫെർമെൻറ്റ് ചെയ്ത് മാറുന്നത്. ഓക്കെ, ഫെർമെൻറ്റഡ് മിൽക്ക് മേ ബി ഹീറ്റ് ട്രീറ്റഡ് ആഫ്റ്റർ ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഫെർമെൻറ്റഡ് മിൽക്ക് എന്ന് പറയുന്നത് ഫെർമെൻറ്റേഷന് ശേഷം ഹീറ്റ് ട്രീറ്റ് ആയിരിക്കാം. The raw material used shall be subjected to a heat treatment as defined in the General Standard for Milk and Milk Products. അപ്പോൾ റോ മെറ്റീരിയൽ ഇതിന് യൂസ് ചെയ്യുന്ന
റോ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ഹീറ്റ് ട്രീറ്റ്മെൻറ്റിന് ശേഷം വേണമെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാം. അങ്ങനെയാണ് നമ്മളുടെ ദഹി അഥവാ കേർഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. ദഹിയെ പറ്റി പറയാനുള്ളൂ. അപ്പം ദഹിയിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണെന്ന് വെച്ചാൽ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ് ദഹി അല്ലെങ്കിൽ കേർഡിൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് യോഗട്ടിൽ ഇത് FSOE ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. യോഗട്ടിൽ യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസ് അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഏതൊക്കെയാണ് മെയിനായിട്ടും സിംബയോട്ടിക് കൾച്ചേഴ്സോ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് അല്ലെങ്കിൽ ഡെൽബ്രുക്കിയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് യോഗട്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഏതൊക്കെയാണ്? സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ലാക്ടോബാസിലസ് ഡെൽബ്രുക്കി അഥവാ ബൾഗാരിക്കസ്. ഓക്കെ, സബ് സ്പീഷീസ് ഓഫ് ബൾഗാരിക്കസ് ആണ് ഡെൽബ്രുക്കി എന്ന് പറയുന്നത്. ഇനി ആൾട്ടർനേറ്റ് കൾച്ചർ യോഗട്ട് ആകുമ്പോൾ കൾച്ചേഴ്സ് ഓഫ് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് ആൻഡ് ലാക്ടോബാസിലസ് സ്പീഷീസ് ആണ്. ആസിഡോഫിലസ് മിൽക്കിൽ യൂസ് ചെയ്യുന്നത് ലാക്ടോബാസിലസ് ആസിഡോഫിലസ് ആണ്. ഇനി മാനുഫാക്ചർ നോക്കാം. നമ്മൾ ആദ്യമേ മിൽക്കിനെ റിസീവ് ചെയ്യുന്നു, അതിനുശേഷം എന്താണ് ഒരു പ്രീ ഹീറ്റ് ചെയ്യുന്നു. ദഹി അല്ലെങ്കിൽ കേർഡ് ദഹി അല്ലെങ്കിൽ കേർഡ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഏത് മിൽക്കാണോ അത് നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യും. ഏകദേശം 35 to 40 ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രീ ഹീറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനുശേഷം ഫിൽട്രേഷൻ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യുന്നു. എന്നിട്ട് എന്താണ് സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസേഷൻ സ്റ്റെപ്പിലാണ് നമുക്ക് ഇത്ര കോമ്പോസിഷൻ ഓരോന്നും ഇത്രയും വേണമെന്നുള്ള ഒരു സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുന്നു. വാട്ടർ ഇത്രയും കണ്ടൻറ്റ്, ഫാറ്റ് ഇത്രയും കണ്ടൻറ്റ്, പ്രോട്ടീൻ, അതിനാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പ്രീ ഹീറ്റിംഗ് അറ്റ് 60 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ഹോമോജനൈസേഷൻ ഉണ്ട്. ഹോമോജനൈസേഷന് ശേഷം പാസ്ചറൈസേഷൻ ഉണ്ട്. പാസ്ചറൈസേഷൻ എന്ന് പറയുമ്പോൾ 80 to 90 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 30 മിനിറ്റ് ആണ് ഈ ദഹി അല്ലെങ്കിൽ കേർഡിൻ്റെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ. അതിനുശേഷം പാസ്ചറൈസേഷന് ശേഷം കൂൾ ചെയ്യുന്ന ഏകദേശം 20 to 25 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്താണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ഏത് ബാക്ടീരിയ ആണോ യൂസ് ചെയ്യേണ്ടത് ആ മൈക്രോ ഓർഗാനിസം നമ്മൾ ഇതിനകത്തേക്ക് ഇടുന്നു. അതിന് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം പാക്ക് ചെയ്യുന്നു. ദെൻ എന്താണ് ഇനോക്കുലേഷൻ അറ്റ് 22 to 25 ഡിഗ്രി സെൽഷ്യസ് ടു 16 to 18 hours ഈ ഒരു ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ കൊടുക്കുന്നു. അതിനുശേഷം ദഹി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ ഒരു ഇൻക്യുബേഷൻ ടൈം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ദഹി റെഡിയാണ്. ദെൻ കൂളിംഗ് ആൻഡ് സ്റ്റോറേജ് അറ്റ് 5 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ദഹിയുടെ സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണ്? 5 ഡിഗ്രി സെൽഷ്യസ് ആണ് സ്റ്റോറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇൻക്യുബേഷൻ എന്ന് പറയുന്നത് 20 to 25 ഡിഗ്രി സെൽഷ്യസ് ഫോർ 16 to 18 hours ആണ്. ഓക്കെ, അതുപോലെ പാസ്ചറൈസേഷൻ ടെമ്പറേച്ചർ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. 80 to 90 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 to 30 മിനിറ്റ് ആണ്. ഇനി യോഗട്ട്, ഇതിൻ്റെ കൂടെ തന്നെ യോഗട്ടും കൂടെ പറയാം. യോഗട്ടിൽ മെയിനായിട്ടും എന്താണ് കോമ്പോസിഷൻ നോക്കുവാണെങ്കിൽ മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് നോട്ട് ലെസ് ദാൻ 3 ആൻഡ് നോട്ട് മോർ ദാൻ 15 ആയിരിക്കണം. അപ്പോൾ മിൽക്ക് ഫാറ്റ്, യോഗട്ടിലെ മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത് 3% മിനിമം വേണം. പക്ഷെ 15% കൂടാൻ പാടില്ല. പക്ഷെ ക്രീമിൻ്റെ കേസിൽ എന്തായിരുന്നു, മിനിമം ഒരു 25% എങ്കിലും ക്രീമിൽ ഫാറ്റ് വേണം. അതുപോലെ തന്നെ മാക്സിമം 50% ആവാൻ പാടുള്ളൂ ഫാറ്റ് കണ്ടൻറ്റ്. ഇവിടെ പക്ഷേ 3 to 15% ആണ് നമ്മൾ യോഗട്ടിൻ്റെ മിൽക്ക് ഫാറ്റ് എന്ന് പറയുന്നത്. മിൽക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ് നോക്കുവാണെങ്കിൽ 8.5% ആണ്. മിൽക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത് മിനിമം ഏകദേശം 2.9% വേണം. ടൈട്രേറ്റബിൾ അസിഡിറ്റി മിനിമം ഒരു 0.6% വേണം. ഇനി യോഗട്ടിൻ്റെ മാനുഫാക്ചർ നോക്കാം. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് ഓഫ് മിൽക്ക്. ഇപ്പോൾ ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതിനുശേഷം ഹോമോജനൈസ് ചെയ്യണം. ദെൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, കൂൾ ടു ഇൻക്യുബേഷൻ ടെമ്പറേച്ചർ. ദെൻ സ്റ്റാർട്ടർ പ്രൊപ്പഗേഷൻ, ഇനോക്കുലേഷൻ വിത്ത് സ്റ്റാർട്ടർ. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ യോഗട്ടിൽ യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് ആണ് സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും ദെൻ ലാക്ടോബാസിലസ് ബൾഗാരിക്കസും. ആ ഓർഗാനിസത്തിന് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം ഒരു കണ്ടെയ്നറിൽ നമുക്ക് പാക്ക് ചെയ്യാം. അതിനുശേഷം ഇൻക്യുബേറ്റ് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു, ഡിസ്പാച്ച് ചെയ്യുന്നു, ഫ്രീസറിലൊക്കെ ഡിസ്പാച്ച് ചെയ്യുന്നു. ദെൻ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്, കൂൾ, ദെൻ പാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്, യോഗട്ടിനെ മാനുഫാക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആണ് ദഹി അല്ലെങ്കിൽ കേർഡിൻ്റെ ഓരോ സ്റ്റെമ്പിലെയും ടെമ്പറേച്ചർ നിങ്ങൾ ഓർത്ത് വെക്കണം. യോഗട്ടിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഏത് മൈക്രോ ഓർഗാനിസംസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ചനയാണ്. ചനയുടെ കോമ്പോസിഷൻസ് നോക്കാം.
മോയ്സ്ചർ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 53.4% ആണ്. ഇപ്പോൾ ചന ഉണ്ടാക്കുന്നത് നമുക്ക് കൗ മിൽക്കിൽ നിന്നും ബഫലോ മിൽക്കിൽ നിന്നും നമുക്ക് ചന ഉണ്ടാക്കാം. ഇതിൻ്റെ മോയ്സ്ചർ കണ്ടൻറ് എന്ന് പറയുമ്പോൾ കൗ മിൽക്കിലാകുമ്പോൾ 53.4% ആയിരിക്കും. ബഫലോ മിൽക്ക് എന്ന് പറയുമ്പോൾ 51.7% ആയിരിക്കും. ഫാറ്റ് പെർസെൻറ്റേജ് കൗ മിൽക്ക് യൂസ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ 24.8ഉം ബഫലോ മിൽക്കിൽ 29.7ഉം ആയിരിക്കും. ലാക്ടോസ് കൗ മിൽക്ക് ചനയിൽ 2.2%ഉം ബഫലോ മിൽക്ക് ചനയിൽ 2.3%ഉം ആയിരിക്കും. പ്രോട്ടീൻ പെർസെൻറ്റേജ് നോക്കുവാണെങ്കിൽ കൗ മിൽക്ക് ചനയിൽ 17.4%ഉം ബഫലോ മിൽക്ക് ചനയിൽ 14.4%ഉമാണ്. ആഷ് പെർസെൻറ്റേജ് കൗ മിൽക്ക് ചനയിൽ 2.1%ഉം ബഫലോ മിൽക്കിൽ 1.9%ഉമാണ്. pH നോക്കുവാണെങ്കിലോ കൗ മിൽക്ക് ചനയുടെ pH എന്ന് പറയുന്നത് 5.7 ആണ്. ബഫലോ മിൽക്കിൻ്റെ ചന എന്ന് പറയുമ്പോൾ ഏകദേശം 5.4 നമ്മുടെ pH എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചന നമുക്ക് കൗ മിൽക്ക് യൂസ് ചെയ്തിട്ടും ബഫലോ മിൽക്ക് യൂസ് ചെയ്തിട്ടും പ്രൊഡ്യൂസ് ചെയ്യാവുന്ന ഒരു പ്രോഡക്റ്റാണ്. ഇതിൻ്റെ മാനുഫാക്ചർ നോക്കാം. ഇത് പിക്ചർ കുറച്ച് ബ്ലേഡാണ്, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. മാനുഫാക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കൗ മിൽക്ക് ആണ്. ഇപ്പോൾ കൗ മിൽക്ക് ചന നോക്കാം. കൗ മിൽക്ക് എടുക്കുന്നു, അതിനുശേഷം സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസേഷനിൽ കൗ മിൽക്കിൽ ഫാറ്റ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 4 വേണം. 4% ഫാറ്റും SNF സോളിഡ് നോട്ട് ഫാറ്റ് എന്ന് പറഞ്ഞാൽ 8.5% ഉള്ള കൗ മിൽക്ക് ആയിരിക്കണം. ഓക്കെ, ഈ ഒരു അളവിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിനുശേഷം ഹീറ്റ് ചെയ്യുന്നു. ഏകദേശം 98 ഡിഗ്രി സെൽഷ്യസിൽ ഹീറ്റ് ചെയ്യുന്നു. ദെൻ കൊയാഗുലേഷൻ അറ്റ് 80 ഡിഗ്രി ടു 85 ഡിഗ്രി സെൽഷ്യസ്. pH എന്ന് പറയുമ്പോൾ 5.1 to 5.4 ആ ഒരു റേഞ്ചിൽ വേണം നമുക്ക് pH സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ സ്റ്റെപ്പിൽ നമ്മൾ ലാക്റ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്. കൊയാഗുലേഷൻ സ്റ്റെപ്പിലാണ് നമ്മൾ ലാക്റ്റിക് ആസിഡ് ആഡ് ചെയ്യുന്നത്. ലാക്റ്റിക് ആസിഡായിട്ട് ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏകദേശം 1 to 1.5% ലാക്റ്റിക് ആസിഡ് സൊല്യൂഷൻ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് വേ എന്ന് പറയുമ്പോൾ 0.35% ആയിരിക്കും അതിൻ്റെ ആസിഡിറ്റി. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് ഈ മിൽക്കിലേക്ക് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കൊയാഗുലേഷൻ നടക്കും. അതിനുശേഷം കൊയാഗുലേഷൻ നടന്നു കഴിയുമ്പോൾ എന്താണ്, ഈ പാല് പിരിഞ്ഞൊരവസ്ഥയാവുമല്ലോ. അപ്പോൾ ഈ പിരിഞ്ഞ അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽട്ടർ ചെയ്ത് മാറ്റാൻ പറ്റും. ആ പിരിഞ്ഞ പാലിൻ്റെ ആ വെള്ളം ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ വേ എന്ന് പറയുന്നത്. ആ വെള്ളത്തെ മാറ്റിയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വേ നമ്മൾ പിന്നീട് എന്താണ് മറ്റ് ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ അപ്പം ബാക്കി വരുന്ന ആ ഒരു സോളിഡ് മാസ് ഉണ്ടല്ലോ, അപ്പോൾ അതാണ് നമ്മൾ ചനയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പം ഈ എന്ത് ചെയ്യുന്നു, ആ സോളിഡ് മാസ് നമ്മൾ നല്ലപോലെ വാഷ് ചെയ്യണം. എന്നിട്ട് എന്താണ്, ഒരു ക്ലോത്ത് ബാഗിൽ നമ്മൾ നല്ലപോലെ പാക്ക് ചെയ്ത് വെക്കണം, ഡ്രെയിൻ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പാക്ക് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം എന്താണ്, ഡ്രെയിൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു സോളിഡ് മാസിനെ നമ്മൾ ചന എന്ന് പറയും. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4 ഡിഗ്രി സെൽഷ്യസിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം പനീർ ഉണ്ടാക്കുന്നതിൽ ഏത് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ചന യൂസ് ചെയ്തിട്ടാണെന്നാണ് ആൻസർ കേട്ടോ. അപ്പോൾ പനീറിൻ്റെ മാനുഫാക്ചറിന് മെയിൻ ചനയിൽ നിന്നാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് പനീറാണ്. പനീർ എന്ന് പറയുമ്പോൾ ഹീറ്റ് ആസിഡ് കൊയാഗുലേറ്റഡ് പ്രോഡക്റ്റ് ആണ്. ഇറ്റ്സ് ഒബ്റ്റെയിൻഡ് ബൈ കൊയാഗുലേറ്റിംഗ് സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് വിത്ത് പെർമിറ്റഡ് ആസിഡ്സ് വെച്ചിട്ട് ഹീറ്റ് acid coagulated product. Which one of the above is below is a heat acid coagulated product എന്ന് ചോദിച്ചിട്ട് പനീർ ഉണ്ടെങ്കിൽ അതാണ് ആൻസർ. ഓക്കെ, പനീറാണ് ഹീറ്റ് ആസിഡ് കോയാഗുലേറ്റഡ് പ്രോഡക്റ്റ്. ഇതെങ്ങനെയാണ് കിട്ടുന്നത്, സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്കിനെ ചനയിൽ നമ്മൾ കണ്ടല്ലോ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് മിൽക്ക് ഉണ്ടാകും. അതിനൊരു കുറച്ച് പെർമിറ്റഡ് ആസിഡ്സ് വെച്ച് കൊയാഗുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് പനീർ കിട്ടുന്നത്. അതിൻ്റെ മാനുഫാക്ചർ നോക്കാം. പനീറിന് വേണ്ടി മെയിനായിട്ട് നമ്മൾ ബഫലോ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ എന്താണ്, കൗ മിൽക്ക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബഫലോ മിൽക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ ആദ്യമേ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. ഹീറ്റിംഗ് അറ്റ് 90 ഡിഗ്രി സെൽഷ്യസ്. അതിനുശേഷം കൂൾ ചെയ്യുക 70 ഡിഗ്രി സെൽഷ്യസിലേക്ക്. അഡീഷൻ ഓഫ് കൊയാഗുലൻ്റ് ആഡ് ചെയ്യുമ്പം കൊയാഗുലൻ്റ് എന്ന് പറയുമ്പോൾ ലാക്റ്റിക് ആസിഡ് അല്ലെങ്കിൽ സിട്രിക് ആസിഡ് അങ്ങനെയുള്ള പെർമിറ്റഡ് ആസിഡ്സ് വെച്ചിട്ടാണ് നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യുന്നത്. കൊയാഗുലേഷൻ നടക്കുന്നത് 70 ഡിഗ്രി സെൽഷ്യസിലാണ്. ദെൻ എന്താണ്, ഡ്രെയിൻ ചെയ്യണം. ഡ്രെയിൻ ചെയ്തിട്ട് ഹൂപ്പ് ചെയ്യുക, ദെൻ പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണ് നമ്മൾ പനീർ ഉണ്ടാക്കുന്നത്. ഓക്കെ,
ഇനി നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചീസാണ്. ചീസ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? റോ മിൽക്ക് നമുക്ക് കിട്ടും. റോ മിൽക്കിനെ ഫിൽട്ടർ അല്ലെങ്കിൽ ക്ലാരിഫിക്കേഷൻ ചെയ്യുക. മിൽക്ക് സ്റ്റോറേജ്, അതായത് ഏകദേശം ഒരു 4 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ സ്റ്റോർ ചെയ്യുക. അതിനുശേഷം എന്താണ് പ്രൊഡക്ഷൻ, കൊയാഗുലേഷൻ. ഇവിടെയും കൊയാഗുലേഷൻ സ്റ്റെപ്പുണ്ട്. 28 to 30 ഡിഗ്രി സെൽഷ്യസ് ഫോർ 60 മിനിറ്റിൽ നമ്മൾ കൊയാഗുലേറ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ് ഡ്രെയിൻ ചെയ്യണം. ഡ്രെയിനിങ് കേർഡ്, പ്രീ പ്രസ്സിങ് ആൻഡ് ഷേപ്പ്. ഡ്രെയിൻ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടുന്ന കേർഡ് മാസിനെ നമ്മൾ പ്രസ് ചെയ്യണം, പ്രീ പ്രസ് ചെയ്യണം ഷേപ്പിന് വേണ്ടിയിട്ട്. അതിനുശേഷം നല്ലപോലെ പ്രസ് ചെയ്യണം. ഓക്കെ, പ്രസ്സിങ് എന്ന് പറയുന്നത് 2 to 2.5 hours വരെ നമ്മൾ പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ദെൻ സാൾട്ടിങ് എന്ന് പറയുമ്പം സാൾട്ട് ഓൺ ദ ചീസ്, അതായത് പ്രൈമാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ചീസ് മെച്ചുറേഷൻ. ഇങ്ങനെ സാൾട്ട് ആഡ് ചെയ്ത ചീസിനെ നമ്മൾ മെച്ചുറേഷൻ സ്റ്റെപ്പിലേക്ക് വെക്കുന്നു. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഏത് ചീസാണോ നമുക്ക് മാനുഫാക്ചർ ചെയ്യേണ്ടത് അതിനനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഈ മെച്ചുറേഷൻ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമ്മൾ പാക്കേജ് ചെയ്തിട്ട് ഷിപ്പ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ചീസ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഇനി ഐസ്ക്രീം നോക്കാം. ഐസ്ക്രീമിൻ്റെ കോമ്പോസിഷൻ നോക്കാം. ഓക്കെ, മിൽക്ക് ഫാറ്റും, അതായത് ഒരു എക്കണോമി ഐസ്ക്രീമും ഉണ്ട്, ഗുഡ് ആവറേജ് ഐസ്ക്രീമും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഗുഡ് ആവറേജ് ഐസ്ക്രീമിൻ്റെ നോക്കാം. ഒരു മിൽക്ക് അങ്ങനെയുള്ള ഗുഡ് ആവറേജ് ഐസ്ക്രീമിൽ മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ 12% ഉണ്ടായിരിക്കും. മിൽക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ് എന്ന് പറയുന്നത് 11%, ഷുഗർ എന്ന് പറയുന്നത് 15%, സ്റ്റെബിലൈസർ ആൻഡ് ഇമൾസിഫയർ. ഇത് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. സ്റ്റെബിലൈസറും ഇമൾസിഫയറും എത്രയാണ് നമ്മൾ ഐസ്ക്രീമിൽ ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. 0.3% ആണ് ഒരു ഗുഡ് ആവറേജ് ഐസ്ക്രീമിൽ. പക്ഷേ എക്കണോമി ഐസ്ക്രീമിലാണെങ്കിൽ 0.3 to 0.5% വരെ സ്റ്റെബിലൈസറും ഇമൾസിഫയറും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഈ ടോട്ടൽ സോളിഡ്സ് എന്ന് പറയുന്നത് എക്കണോമി ഐസ്ക്രീമിലാണെങ്കിൽ 35 to 37 ആണ് പെർസെൻറ്റേജ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഗുഡ് ആവറേജ് ഐസ്ക്രീം ആകുമ്പോൾ 37.5 to 39% ആണ്. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടും തമ്മിലുള്ളൊരു ഡിഫറൻസ്. ഇനി ഇവരുടെ മാനുഫാക്ചർ നോക്കാം. ആദ്യമേ നമ്മൾ ഐസ്ക്രീം പ്രിപ്പറേഷനിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പാസ്ചറൈസേഷനാണ്. പാസ്ചറൈസിങ് ദ മിക്സ് 68 ഡിഗ്രി സെൽഷ്യസിൽ ഏകദേശം 155 ഡിഗ്രി ഫാരൻഹീറ്റ് ഫോർ 30 മിനിറ്റ് വരെ നമ്മൾ പാസ്ചറൈസ് ചെയ്യുക അല്ലേ. അതിനുശേഷം എന്താണ് LT പാസ്ചറൈസേഷനാണ് ഇവിടെ നടക്കുന്നത്. അതിനുശേഷം നമ്മൾ ഹോമോജനൈസിങ് ദ മിക്സ്, ഹോമോജനൈസ് ചെയ്യണം. ഏകദേശം ഫസ്റ്റ് സ്റ്റേജിലാണെങ്കിൽ 2500 PSI, സെക്കൻഡ് സ്റ്റേജിലാണെങ്കിൽ 500 PSI ആണ് ഹോമോജനൈസേഷൻ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്. ദെൻ കൂളിംഗ് ആൻഡ് ഏജിങ് ദ മിക്സ്. ഇതെന്ന് പറയുന്നത് 0 to 4 ഡിഗ്രി സെൽഷ്യസ് ഓർ 30 to 40 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് നമ്മൾ കൂളിംഗ് അല്ലെങ്കിൽ ഏജിങ് ചെയ്യുന്ന ഐസ്ക്രീമിൻ്റെ ഏജിങ്. അത് കഴിഞ്ഞ് ഫ്രീസിങ് ചെയ്യണം. ഈ പ്രിപ്പയർ ചെയ്ത മിക്സിനെ ഫ്രീസിങ് ചെയ്യുന്നു. അത് ഏകദേശം -4 to -5 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഫ്രീസിങ് ചെയ്യുന്നത്. ഈ ഫ്രീസ് ചെയ്ത മിക്സ് നമ്മൾ പിന്നെ എന്താ ചെയ്യുന്നത്, പാക്ക് ചെയ്യുന്നു, പാക്കേജിങ്ങിലാക്കുന്നു. ദെൻ ഹാർഡനിങ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഐസ്ക്രീം. ഇതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഐസ്ക്രീമിൻ്റെ ഹാർഡനിങ് അല്ലെങ്കിൽ സ്റ്റോറേജ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കാം. -23 to -29 ഡിഗ്രി സെൽഷ്യസ് ആണ് ഹാർഡനിങ് അല്ലെങ്കിൽ സ്റ്റോറേജിങ് ഓഫ് ഐസ്ക്രീം. ഓക്കെ, ഇനി ലാസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ബട്ടറാണ്. ബട്ടറിൻ്റെ കോമ്പോസിഷൻ നോക്കാം. മെയിനായിട്ടും ബട്ടർ നമുക്ക് 2 കാറ്റഗറി ഉണ്ട്. ടേബിൾ ബട്ടറും ഉണ്ട്, ദേശി അഥവാ കുക്കിംഗ് ബട്ടറും ഉണ്ട്. ഓക്കെ, ടേബിൾ ബട്ടർ എന്ന് പറയുമ്പം ഏകദേശം 16% ആയിരിക്കും എൻ്റെ മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. മിൽക്ക് ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 80% ആണ്. ഓക്കെ, ഇപ്പോൾ നോർമൽ ബട്ടർ ചോദിക്കുവാണെങ്കിൽ ടേബിൾ ബട്ടറാണ് നിങ്ങൾ എഴുതേണ്ടത്. മോയ്സ്ചർ എന്ന് പറയുമ്പോൾ 16%, മിൽക്ക് ഫാറ്റ് എന്ന് പറയുമ്പോൾ 80% ആണ്. മിൽക്ക് സോളിഡ്സ് നോട്ട് ഫാറ്റ് ആണെങ്കിൽ 1.5%, കോമൺ സാൾട്ട് ഏകദേശം 3% കാണും. അപ്പം ബട്ടറിൽ തന്നെ സാൾട്ട് ആഡ് ചെയ്തിട്ടുള്ളതും വിത്തൗട്ട് സാൾട്ടും ഉണ്ട്. അപ്പം കോമൺ സാൾട്ട് ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ 3% ആയിരിക്കും നമ്മൾ ബട്ടറിൽ ആഡ് ചെയ്യുന്ന സോൾട്ട് എന്ന് പറയുന്നത്. ഇനി മാനുഫാക്ചർ നോക്കാം.
ആദ്യമേ നമ്മൾ മിൽക്കിനെ റിസീവ് ചെയ്യുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, പ്രീ ഹീറ്റ് ചെയ്യുന്നു. 35 to 40 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യുന്നു. സെപ്പറേഷൻ, അതായത് നമ്മളുടെ ആ ഒരു എന്താണ് ക്രീം സെപ്പറേഷൻ ഉണ്ടല്ലോ ബൈ സെൻട്രിഫ്യൂഗൽ മെത്തേഡ്. അങ്ങനെ സെൻട്രിഫ്യൂഗൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ക്രീം കിട്ടും. അതിനെ നമ്മളിവിടെ കളക്ട് ചെയ്ത് വെക്കുന്നു. ദെൻ എന്താണ്, ഈ ക്രീമിനെ നമ്മൾ പിന്നെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ന്യൂട്രലൈസ് ചെയ്തിട്ട് ഈ ക്രീമിനെ നമ്മൾ ഗ്രേഡിങ് അല്ലെങ്കിൽ വെയിങ് ടെസ്റ്റിംഗ് സാമ്പിളിലേക്ക് ഇടുന്നു. ഓക്കെ, അതായത് കിട്ടിയ സാമ്പിൾ, അതായത് ആ ക്രീമിൻ്റെ ഗ്രേഡിങ്ങും വെയ്യും എല്ലാം ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം എന്താണ് സ്റ്റാൻഡർഡൈസേഷൻ. 35 to 40% ഫാറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും പാസ്ചറൈസ് ചെയ്യുന്നു. 82 to 88 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പാസ്ചറൈസ് ചെയ്യുന്നു. ഹോൾഡിംഗ് ടൈം ഇല്ല. ഓക്കെ, നോ ഹോൾഡ്. ദെൻ വക്രിയേഷൻ. ഈ പാസ്ചറൈസേഷന് പകരം നമുക്ക് വക്രിയേഷനും പറ്റും. അതായത് വാക്വം പാസ്ചറൈസേഷനെയാണ് നമ്മൾ വക്രിയേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, കൂൾ ചെയ്യുന്നു ഏകദേശം 20 to 22 ഡിഗ്രി സെൽഷ്യസിൽ. അതിനുശേഷം റൈപ്പ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഈ കൂളിങ്ങിന് ശേഷം 5 to 10 ഡിഗ്രി സെൽഷ്യസ് കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് ഏജിങ്ങിലേക്ക് പോകാം. ഏജിങ്ങിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ നമ്മൾ ഈ ബട്ടർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാലം കഴിഞ്ഞാണ് എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, നമുക്ക് ഏജിങ് സ്റ്റെപ്പിലേക്ക് വിടാം. അതേശം 5 to 10 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. അതിനുശേഷം ചേണിങ്, അതായത് ഇങ്ങനെ കടഞ്ഞെടുക്കുക, ചേണിങ് ചെയ്യുക. അതിനുശേഷം അതിനെ വാഷ് ചെയ്യുക. ദെൻ സാൾട്ടിങ് ആൻഡ് വർക്കിംഗ്, പാക്കേജിങ് ആൻഡ് സ്റ്റോറേജ്. അപ്പം ബട്ടറിൻ്റെ കേസിൽ സ്റ്റോറേജിങ് അല്ലെങ്കിൽ പാക്കിംഗ് എന്ന് പറയുന്നത് -23 to -29 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഈ ടെമ്പറേച്ചറൊക്കെ കാണാതെ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ടെമ്പറേച്ചറൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റത്തില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ FSO ആണെങ്കിലും ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എക്സാം ആണെങ്കിലും നല്ല ടഫായിരുന്നു. ക്വസ്റ്റ്യൻസ് എങ്ങനെ വരാൻ നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ പറ്റുന്നിടത്തോളം മാക്സിമം നിങ്ങൾ കവർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് കാണാം. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ബൈ.